മലപ്പുറത്ത് PV അൻവർ പൊട്ടിച്ച ബോംബ് പൊട്ടി അവസാനം PV അൻവറിന്റെ തലയിൽ വെച്ച് തന്നെ പൊട്ടിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് അസോസിയേഷന്റെ അവരുടെ ആ മീറ്റിംഗിൽ വെച്ചിട്ട് നിലവിലുള്ള SP ഇരുത്തിപ്പൊരിച്ചുകൊണ്ടാണ് PV അൻവർ തുടങ്ങിയത്. പിന്നീട് അതിന് മുമ്പുണ്ടായിരുന്ന SP സുജിദാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂച്ച എലിയെ ഓടിക്കുന്നത് പോലെ ഓടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. പിന്നീട് ആ ഓട്ടം ചെന്ന് നിന്നത് ADGP അജിത് കുമാറിന്റെ അടുത്താണ്. പക്ഷെ ADGP അജിത് കുമാറിന്റെ അവിടെ എത്തിയപ്പോൾ ചെറിയ ചില വിഷയങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ADGP അജിത് കുമാറിനെ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. പക്ഷെ ഇവർ രണ്ടുപേരും ഫ്രോഡുകളാണ്, ഇവരെ രണ്ടെണ്ണത്തിനെ മാറ്റണം എന്നാണ് PV അൻവറിന്റെ നിലപാട്. ഇപ്പൊ കറങ്ങിത്തിരിഞ്ഞ് എവിടെ എത്തിയെന്നറിയാം. PV അൻവർ തീവ്രവാദിയായ ഒരു അവസ്ഥയിൽ വരെ എത്തി. അതായത് നമ്മുടെ ADGPന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം തീവ്രവാദികൾക്ക് കൊട പിടിക്കുന്നവരാണ്. സ്വർണം പൊട്ടിക്കുന്നവർക്കും കള്ളക്കടത്ത് നടത്തുന്നവർക്കും ഒക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരാളായി PV അൻവർ ഇപ്പൊ മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് മലപ്പുറം ജില്ലയിലെ ക്രൈം റേറ്റ് എത്രയായിരുന്നു എന്നും ഇപ്പോൾ അത് എത്രയാക്കി കൊണ്ടുവന്നു എന്നതും പരിശോധിച്ചാൽ തന്നെ ഈ രണ്ട് SP കാണിച്ചിട്ടുള്ള ഒരു ആ വിക്രസ് ഉണ്ടല്ലോ, അത് മനസ്സിലാകുമെന്നുള്ളത് വസ്തുതയാണ്. അവിടെ PV അൻവർ പറയുന്നത് ന്യായമാണ്, അതിൽ കുറെ സത്യമുണ്ട്. പക്ഷെ എന്നാലും PV അൻവർ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ADGP അജിത് കുമാറിന്റെ മേലുള്ള ഒരു നടപടിയും അതുപോലെ P ശശിയുടെ മേലുള്ള നടപടിയും, ഇത് രണ്ടും എന്തുകൊണ്ടാണ് പിണറായി നടത്താത്തത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റു പലതും നടന്നു. അതായത് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തെ SP മാറ്റി, PV അൻവർ ഇരുത്തിപ്പറിച്ച SP അവിടെ നിന്ന് മാറ്റി, നേരത്തെയുള്ള SP സസ്പെൻഡ് ചെയ്തു. അതുപോലെ DYSP സ്ഥലം മാറ്റി. അതായത് സകലെണ്ണത്തിന് സ്ഥലം മാറ്റി കഴിഞ്ഞു. പോലീസ് മേധാവികളെ മുഴുവൻ സ്ഥലം മാറ്റി കഴിഞ്ഞു. ഇനി മാറ്റാൻ അതത് സ്റ്റേഷനുകളിലെ SHO അവിടുത്തെ SI ASI പിന്നെ CPO മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ മാറ്റി. പക്ഷെ PV അൻവർ എന്നിട്ടും അടങ്ങുന്നില്ല. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ADGP അജിത് കുമാറിനെ മാറ്റുക, അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. അത് മാത്രം എന്തുകൊണ്ടോ നടക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ADGP അജിത് കുമാറിന്റെ മണ്ടയിലൊന്നും ചെയ്യാത്ത? പ്രത്യേകിച്ച് ADGP അജിത് കുമാറിന് RSS ബന്ധമുണ്ട്, RSS മേധാവികളെ പോയി കണ്ടതിന് വിജിലൻസ് രേഖകളുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ രേഖകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ADGPയെ തൊട്ട് കളിക്കാത്തത്, മാറ്റി നിർത്താത്തത്, PV അൻവറിനെ ആ ഒരു കാര്യത്തിൽ മാത്രം നോക്കി ദഹിപ്പിക്കുന്നത്? എന്തായിരിക്കും? ഒന്ന് പറയാമോ?